കഴിഞ്ഞ മാസമാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയതല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസ് കണ്ടിട്ടും പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് മോഹൻലാലിൻ്റെ ഓറ. ഇപ്പം ഈ അടുത്തിടയ്ക്കൊക്കെ ആയിട്ട് ആൾക്കാർ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യം കൂടിയാണിത്. മോഹൻലാൽ ഒരിടത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പോസിറ്റീവ് വൈബാണ്, അദ്ദേഹത്തിൻ്റെ ഓറ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ. ശരിക്കും എന്താ ഈ ഓറ എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഒരു ശാന്തത, ആ ഒരു സ്റ്റിൽനെസ്സിനെയാണ് ശരിക്കും നമ്മൾ ഓറ എന്ന് പറയുന്നത്. മോഹൻലാലിൻ്റെ പോലെ ഒരു അത്ര ഒരു ഓറയുള്ള ഒരാളാകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ, അദ്ദേഹം പാലിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാവും. പണ്ടൊന്നും മോഹൻലാലിന് ഇത്ര ഒരു ഓറ ഉണ്ട് അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ട് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴിപ്പോഴാണ് അങ്ങനത്തെ ഒരു രീതിയിലോട്ട് അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്തു തുടങ്ങിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര രീതി, അദ്ദേഹം വളരെ സൈലൻ്റാണ്, വളരെ കാമാണ്. ഇപ്പം എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും അദ്ദേഹം തിരിച്ച് എന്താ പറയുക, ഔട്ട് ബേസ്റ്റ് ചെയ്യാറില്ല ഇപ്പം. ഇപ്പോൾ നമുക്കറിയാം, ഈ അടുത്തിടയ്ക്ക് ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൊണ്ടുവന്നിട്ട് മൈക്ക് കുത്തി. ഇപ്പോൾ വേറൊരാളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ മൈക്ക് എടുത്ത് രണ്ടായിട്ട് ഒടിച്ചു കളഞ്ഞേനെ. പക്ഷെ പുള്ളിക്ക് വേദന എടുത്തു, പക്ഷേ അപ്പോഴും പുള്ളി വളരെ കാമായിരുന്നു. പിന്നെ ഏതൊക്കെ രീതിയിൽ ആൾക്കാർ പ്രകോപിപ്പിക്കാൻ നോക്കിയാലും പുള്ളിയുടെ ആ ഒരു ശാന്തത പുള്ളി അങ്ങനെ കൈവിടാറില്ല. അതൊരു കാര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മനസ്സിൻ്റെ സ്ഥിരത എന്ന് പറയും. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എത്ര വിജയം വന്നാലും അദ്ദേഹം അതിലങ്ങോട്ട് ഭ്രമിക്കുന്നില്ല. ഇപ്പം ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം കുറച്ചെങ്കിലും ഒരു ഇമോഷണലായിട്ട് സംസാരിച്ചു കണ്ടത് തിരുവനന്തപുരത്ത് നടത്തിയ ഫംഗ്ഷനിലാണ്. തിരുവനന്തപുരത്ത് ലാൽ സലാം എന്ന് പറയുന്ന ഫംഗ്ഷൻ നടത്തി. അതിൽ മാത്രമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്, ഈ ഒരു മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് വൈകാരികമായിട്ട് ആയി പോകുന്നുണ്ട്. കാരണം ഇത് എൻ്റെ നാടാണ്, എൻ്റെ നാട്ടിൽ എനിക്ക് ഇതുപോലൊരു സ്വീകരണം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ മനുഷ്യരാണല്ലോ, ചില സമയത്ത് നമ്മൾ കുറച്ച് ഇമോഷണലായി പോകാറുണ്ടെന്ന്. അതല്ലാതെ ഈ അടുത്തിടയ്ക്കൊന്നും അദ്ദേഹം അങ്ങനെ ഒരു ഓവർ ഇമോഷനായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പം അതൊരു എന്താണ് സ്ഥിരമായിട്ടൊരു സ്ഥായി ഭാവം പോലെ അങ്ങനെ പോകുന്നുണ്ട്. ഒരു വലിയ വിജയങ്ങൾ വന്നാലും വമ്പൻ പരാജയങ്ങൾ വന്നാലും ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്താലും ഒക്കെ അദ്ദേഹം അതിലൊന്നും ഈ ഓവർ ഇമോഷണൽ ആകുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളിൽ കൂടെ തന്നെ അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അദ്ദേഹത്തിൻ്റെ 60th ബർത്ത്ഡേയുടെ ആ ഒരു വ്ളോഗിന് അദ്ദേഹം എന്താണ് എഴുതിയത് തന്നെ, ഈ ഒരു ഭൂമിയിൽ ജന്മം എടുക്കാൻ സാധിച്ചതിന്, ഇത്രയേറെ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണെന്നാണ് എഴുതിയത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഒട്ടും ജലസ് അല്ല. ഇപ്പോൾ പല ആൾക്കാരും പിന്നെ അദ്ദേഹം ജലസാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള കുത്തി കുത്തി കൊനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാര്യത്തിലും ജലസ് അല്ല. അതേപോലെ നെഗറ്റിവിറ്റി അദ്ദേഹം അട്രാക്റ്റ് ചെയ്യത്തേയില്ല. ഇപ്പം വളരെ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അദ്ദേഹം അത് തുറന്നു പറയാറുണ്ട്, എന്തിനാണ് ഇവിടെ നെഗറ്റീവായിട്ട് പറയുന്നത്, ഇവർ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് നെഗറ്റിവിറ്റി പുള്ളി അങ്ങനെ ഇപ്പം അട്രാക്റ്റ് ചെയ്യാറേ ഇല്ല. നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൻഡ്ഫുൾനെസ്. അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രസൻറ്റിലാണ് ജീവിക്കുന്നതെന്ന് പറയും. പാസ്റ്റിനെക്കുറിച്ചും ഓവറായിട്ട് ചിന്തിക്കാറില്ല, ഫ്യൂച്ചറിനെക്കുറിച്ചും ചിന്തിക്കാറില്ല. പിന്നെ അതേപോലെ ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൾ സിനിമയിലോട്ട് വരുന്നു. അപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിനോട് ചോദിച്ചു, എക്സൈറ്റഡ് ആണോ? അവർ പറഞ്ഞു ഇല്ല, ഞാൻ എക്സൈറ്റഡേ അല്ല. പിന്നെ മകൾ വന്നു, അവർക്കത് വൃത്തിയായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യം, ഞാൻ അതിലൊട്ടും എക്സൈറ്റഡ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ മൈൻഡ്ഫുള്ളായിട്ട് ലീവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മോഹൻലാലിൻ്റെ ഒരു ഓറയ്ക്ക് പിന്നിൽ. ഇപ്പോൾ നിങ്ങൾക്കും ആ ഒരു രീതിയിലുള്ളൊരു ഓറ അല്ലെങ്കിൽ ആ ഒരു എനർജി ലെവലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും.